ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അസ്റ്റക് ഗെയിമറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മച്ചാമാർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ബെൻസും കൊണ്ട് ഒരു ടാറ്റ മാർക്കോ പോളോയുടെ എൻ്റെ ബസ്സിൻ്റെ പണി കഴിഞ്ഞു. ആ ബസ്സിൻ്റെ സ്റ്റിക്കർ വർക്കും അങ്ങനത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് ആ വണ്ടി എടുക്കാൻ പോകും. അതുകൊണ്ട് നമ്മുടെ ഇതാണ് ബെൻസ്. നമ്മുടെ ബെൻസ് മോഡിഫൈഡ് ചെയ്തു. എന്താണെന്ന് വെച്ചാൽ ഞാൻ കളർ വാങ്ങി മാറ്റി. ഇത് റെഡായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ നീലയിലൂടെ കൺവേർട്ട് ചെയ്തു. പിന്നെ ഫുള്ളും ബ്ലാക്ക്. നമ്പർ പ്ലേറ്റ് ഒക്കെ അടിക്കണം, ഇല്ലെങ്കിൽ പോലീസ് അടിക്കും. ടയറും അങ്ങനത്തെ എല്ലാം നമ്മളെ കമ്പനി നല്ല വേറെ കിട്ടിയത്. പക്ഷേ എൻ്റെ അകം വശം നോക്കുവാണെങ്കിൽ ഒറ്റൊരു സ്വിച്ച് മാത്രമേ ഉള്ളൂ. അത് ഒറ്റ സ്വിച്ച് വെക്കുമ്പോൾ വേണ്ട ഫ്രണ്ടിലത്തെ ഡോറ് മാത്രം തുറന്നു വരും. പിന്നെ വേണ്ട ഇത്രയും ഇതൊക്കെയുള്ള ആ വണ്ടിക്കകത്ത്. പിന്നെ വണ്ടിക്കകത്ത് ഏതാണ്ടൊക്കെ സീറ്റൊക്കെ കമ്പനിയൊന്നുമല്ല നമ്മൾ ചെയ്യിപ്പിച്ച്. ബാക്കിലൊക്കെ ഉണ്ട്. എന്തായാലും സമയം അടുത്തേക്ക് കൊള്ളാം. പക്ഷേ അതിന് പ്രത്യേകത കാണിച്ചിട്ടോ, കണ്ടോ തെങ്ങ് ഡാൻസ് കളിക്കുന്നു. റൈറ്റ് അടിക്കുമ്പോൾ കണ്ടില്ലേ നിങ്ങൾ ആ തെങ്ങുകളിൽ ഡാൻസ് കളിക്കുന്നത്? പുതിയ അപ്ഡേറ്റ് ഒക്കെ വന്നതുകൊണ്ട് നല്ല ആൾക്കാരൊക്കെ കഴിക്കുന്ന പറ്റും. വെയിറ്റ് ചെയ്ത് ആരാടാ അത്? റൊണാൾഡോ പോകാനുള്ള വേറെ നമുക്ക് ഇതിനെയും കൊണ്ട് നമ്മളിപ്പം നവാൻ ബ്രോയുടെ വീടിൻ്റെ അവിടെ നിന്ന് ഇച്ചിരി മാറി ഇങ്ങോട്ടാക്കി. അതാണ് ഇവിടെ ഒരു വീട് എടുത്തിട്ടുണ്ടെന്നുണ്ട് കാണിച്ചാൽ. എന്താ ആ കാണുന്ന വീട് നമ്മളെടുത്ത് പർച്ചേസ് ചെയ്തിരിക്കുന്നു. ഇപ്പം എനിക്ക് 3 കണ്ടുണ്ട്. നവൻ ബ്രോ ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു, അങ്ങോട്ട് പോയി. ബസ് എടുക്കാൻ പോകേണ്ടത് ഓണക്കിരിക്ക് ഉണ്ടാ. നമ്മളെ ഇങ്ങോട്ട് പോയാൽ മതി. അടുത്ത മാപ്പിൽ നമുക്ക് നമ്മുടെ ബസ് എടുക്കാം. നെക്സ്റ്റ് മാപ്പ്. അങ്ങനെ അടുത്ത മാപ്പ് എത്തി. പുതിയ സ്റ്റിക്കറൊക്കെ ഇല്ല, ഞാൻ പോയി ഫ്രീ ഉണ്ട്. അപ്പം നമ്മൾ പോവുകയാണ്. ഇവിടുന്ന് നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പോയി അങ്ങനെ ഇവിടെ ബ്ലോക്കാക്കാതിരിക്കുന്നു. എൻ്റെ അമ്മ
ഒരു ഇടിക്ക് എല്ലാം കഴിഞ്ഞു. 85 എന്തോ സ്റ്റീൽ കമ്പി തന്നെ. എന്തൊക്കെ വന്നാലും വണ്ടി ഞാൻ പണി കേട്ടുന്നുണ്ട്. കഴിച്ചപ്പോൾ തന്നെ ഭയങ്കര സ്പീഡിൽ അങ്ങ് പോയേക്കാം. സ്റ്റിയറിംഗ് ബ്ലോക്കായോ ഉഷാറി. വണ്ടി പണ്ടാ. ഹേയ് ബ്രോ, വണ്ടി ഒരു ഫോർച്യൂണറാണ് കേട്ടോ. നല്ല സ്പീഡ്. അയ്യോ ഇത്രയോടൊപ്പം സിറ്റി ഹോസ്പിറ്റലിൽ വരത്തില്ല. ശരി, അടുത്ത മാപ്പ് ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത മാപ്പ് എത്തി. ഈ മാപ്പിനകത്താണ് നമ്മുടെ ബസ് കിടക്കുന്നത്. ഇവിടെ ആയിട്ടാണ് ഇവിടെ ആണ് നാം പറഞ്ഞിരിക്കുന്ന സ്ഥലം. അയ്യോ ഗൈസ്, അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ലോറിക്കാരൻ ആ തെക്കോട്ടും വടക്കോട്ടും കയറിപ്പോയി. ഗൈസ്, അപ്പോൾ ഇതാ ഇങ്ങോട്ട് കയറുന്നു. ഈശ്വര, അതൊരു വർക്ക്ഷോപ്പാണെന്ന് തോന്നുന്നു. ഞാൻ നോക്കട്ടെ, വർക്ക്ഷോപ്പ് എവിടെ? ഈ കാണുന്ന വർക്ക്ഷോപ്പിലാണ്. അതാണ് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഈ വർക്ക്ഷോപ്പിലാണ് നമുക്ക് കയറേണ്ടത്. നമുക്ക് നേരെ കച്ചിച്ചും കൊട്ടേക്കാം. എന്നിട്ട് വേണം വണ്ടിയും കൂടെ ഒന്നും പണിഞ്ഞെടുക്കാം.
ഗരേജിൽ പോകണമെന്ന് ഇല്ല കേസ് ഇവിടെ വെയിറ്റ് ചെയ്യാം. ഗരേജിൽ പോവാനായിട്ട് വെയിറ്റ് ചെയ്യാം. നിങ്ങൾ വെയിറ്റ് ചെയ്യും ഗൈസ്. നമുക്ക് നോക്കാം ഗൈസ്. നമുക്ക് പുതിയൊരു മാപ്പ് കിട്ടിയിട്ടുണ്ട്. ആ വഴി കൂടെ കയറിക്കണം. അവിടെ എന്തോ പണി നടക്കും മറ്റേ സ്ഥലത്ത്. നമുക്ക് പുതിയ മാപ്പ് വന്നേക്കുന്നത്. അപ്പം വേറെ നമ്മളെ ബസ് ഏരിയയിൽ അതിൻ്റെ കൂടെ ഞാൻ പോയി ഗരേജിൽ പോയി പണിഞ്ഞല്ലോ. എന്തൊരു ആരാടാ ഈ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുപോയി എൻ്റെ വണ്ടിയുടെ എല്ലാം കൂടെ. ഓ ബസ് സ്റ്റോപ്പൊക്കെ എന്തൊരു നല്ല രസം. അപ്പോൾ അയ്യോ ഇതോടെ തരണം അങ്ങോട്ട് വരും. കൊണ്ടോ എനിക്കിതൊക്കെ അറിയാം. അടുത്ത മാപ്പിന് മുന്നിലുള്ള സ്ഥലത്താണ് ഈ വർക്ക്ഷോപ്പ് കാണിക്കുന്നത്. ആ വർക്ക്ഷോപ്പാണ് എനിക്ക് കിട്ടി. ഒറ്റയ്ക്ക് കിട്ടും ബാക്കിയും കഷ്ടമായിപ്പോയി. നമ്മളൊരു അസിസ്റ്റൻ്റ് വീട്ടിലാണ് പോയി നിൽക്കുന്നത്. വേറെ അറിവില്ല. നമ്മുടെ അർജുന് ഇവിടെ ഒരു ഹൗസിൻ്റെ ഇത് അവന് ഇവിടെ ഒരു ഹൗസ് എന്താ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബസ് ഇവിടെ കൊടുക്കുകയാണ്. ബസ് ഇപ്പം എടുക്കാൻ പോവാണ്. അപ്പം ഈ ബെൻസ് എടുക്കാൻ പോകുന്നത് അരുണാണ്. അരുണും എല്ലാവരും നമ്മുടെ അസിസ്റ്റൻസ് എല്ലാവരും വരുന്നുണ്ട്. കാരണം നമ്മുടെ ആദ്യത്തെ ടാറ്റ മാർക്കോ പോളോ ചെറിയ തെറ്റ് എനിക്ക് പറ്റി. സോറി കേട്ടോ. ആരുടെ മുണ്ടൊക്കെ എടുത്ത് അവനെന്തായാലും വെയിറ്റ് ചെയ്യാം. നമ്മുടെ ബസ്സിലും വെയിറ്റ് ചെയ്യണം. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. ഈ അപ്പച്ചനും അമ്മച്ചിയൊക്കെ മാറി നിന്നൂടെ? ഇവർക്കൊക്കെ വേറെ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ. എൻ്റെ ഫോണിൻ്റെ ഫോട്ടോ ഒന്ന് പോവാടുന്നു. ഇപ്പോൾ ഇങ്ങനെ ഒന്ന് ഫോട്ടോ എടുക്കണം.
ചൂടടുപ്പിക്കണം. വേണ്ട, നല്ല ഫോട്ടോസൊക്കെ കിട്ടട്ടോ. കുറച്ചൊക്കെ അത്യാവശ്യമുണ്ട്. അയ്യോ തെറ്റി. അയ്യോ ഒരു സ്കൂളിലൊക്കെ ചെയ്തത് അതിൻ്റെ കൊടുത്ത് എന്നിട്ട് വേണം തല്ലു കൊടുക്കട്ടെ. സോറി ഷർട്ട് അത്രേ ഉള്ളൂ. വാണിജ്യം ഞാൻ സലീറ്റ് കിട്ടും. നമുക്ക് ഈസി ഉള്ള പറഞ്ഞുണ്ട്. ഇതാരാ? പാരറ്റ്സ് മീറ്റിംഗ് കഴിഞ്ഞ ചെറുക്കൻ്റെ കുറച്ച് എഫക്റ്റ് ഇട്ടു. ഇതൊന്നും കൊള്ളത്തില്ല. ഇതൊന്നും വേണ്ട. അയ്യോ ഗൈസ് കൊണ്ടില്ലേ എൻ്റെ പുതിയ വർക്ക്. ആരാണിട്ട് പണ്ട് വരച്ച് വെച്ച് ഈ അപ്പാച്ചനെ ആരാണ്ട് പറ്റിച്ചു. പക്ഷെ എന്നെ പഴയ പേപ്പറിൽ വരച്ച് വെച്ചിരിക്കും. നമുക്ക് ഫിൽട്ടറൊക്കെ ഇട്ട് കൊടുക്കും. നല്ല രസം. എനിക്ക് ഫോട്ടോസ് എടുക്കുന്നത് ഭയങ്കര ഇഷ്ടം. ഓൾഡ് ഫിലിം കിട്ടും. വേണ്ട അയ്യോ വേണ്ട. മതി ഫോട്ടോ എടുത്ത് വിളിച്ച് എല്ലാവരും. അയ്യോ ചേട്ടനെ ഞാൻ ഇടിച്ചിട്ടായിരുന്നല്ലേ, സോറി. അപ്പോൾ അവരെ പോയി സഹായിക്കട്ടെ എല്ലാവരും. ഞാൻ പട്ടിയൊന്നും പറയും. ഒന്നാരാണ് ഇന്ന് ഈ പോവരുത്. ഇവിടെ ഇട്ടാൽ മതിയായിരിക്കും. ഒന്നും ചെയ്യാൻ പറ്റില്ല. വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞാൽ നമ്മളെ മിക്കവാറും നാളത്തോട്ട് എൻ്റെ ചാനലും കളയും എല്ലാം. സോറി, ഇതൊക്കെ ക്ഷമിക്കണം കേട്ടോ. എവിടെയെല്ലാം ഇട്ടേക്കാം. അയ്യോ ലൈറ്റ് ഓഫ് ചെയ്തില്ല. എന്താണ് വണ്ടിക്ക് സൗണ്ട്? ഏതോ അവിടെ സൗണ്ട് എടുത്ത് പിടിച്ചിട്ട് പോകും. എന്തായാലും ഞാൻ പോയി ചേട്ടാ. എന്താ ചേട്ടാ, ചേട്ടനൊന്ന് വണ്ടി റോങ് സൈഡിൽ നിന്ന് എടുത്തിട്ടുണ്ട്. എന്ത് ചേട്ടാ ഈ കാണിക്കണേ? ചേട്ടൻ ഇങ്ങനെ കാണിക്കാൻ പറ്റില്ല കേട്ടോ. അതൊക്കെ ശ്രദ്ധിക്കണ്ടേ? മാറാ നീ. എടാ കള്ളൻ, അടിക്കടാവനെ. എന്താ നിനക്ക്? വണ്ടിയുടെ കൊടുത്ത് ഇവൻ ആറ് ഇവൻ ഹാഷറേ. എടാ കക്ക വന്നവനാടാ. അയ്യോ ഡാ കൊണ്ടു
ഒരനക്കും ഇതൊന്നുമില്ലാത്ത ചേച്ചി സൂക്ഷിക്കണം. ഇവൻ ആരാ ഇച്ചിരി മോശക്കാരനാ. അപ്പൊ അരുൺ വന്നിട്ട് കാണാം. ബെൻസ് കൊണ്ടുപോയി അരുൺ കൊണ്ടുപോയപ്പോഴാണ് അടിയും പിടിയും നടക്കുന്നത്. നമ്മുടെ ബസ് റെഡി തുടങ്ങാൻ പോവുകയാണ്. റെഡി 1 2 3 സ്റ്റിക്കറിൻ്റെ ബസ്സാണ് ഇതൊക്കെ. നമ്മുടെ സ്റ്റിക്കർ വർക്ക് ഇതാണ് കേട്ടോ. കേട്ടോ വടിയായിട്ട് എടുക്കുന്നു. ഇത് ബാക്ക് ടു ഡെഡ് ബുള്ളിൻ്റെ സ്റ്റിക്കർ വെച്ചിട്ട് മാറ്റി അടിച്ചതാണ്. ഇവിടെയും ഡെഡ് ബുള്ളിൻ്റെ സ്റ്റിക്കറൊക്കെ അടിച്ചിട്ടാണ്. പിന്നെ ഡെഡ് ബുള്ളെന്നാണ് നമ്മുടെ വണ്ടിയുടെ എഡിഷൻ നെയിം. സ്റ്റിക്കർ വരെ ഡെഡ് ബുള്ളിൻ്റെ അടിച്ച് വെച്ചിട്ട്. പിന്നെ അതിൻ്റെ എന്താ വേറെ നമ്മുടെ ഈ ബസ്സിനകത്ത് ചെയ്തേക്കുന്ന സ്റ്റിക്കേഴ്സ് റെഡ് ബുള്ളിൻ്റെ ഔട്ടുള്ളത് വേണമെന്നുള്ളതാണ്. ഞാൻ റെഡ് ആൻഡ് ബ്ലാക്ക് ഒത്തിരി നേരം പിടിച്ചു എടുക്കാം. അപ്പോൾ ഇനി മുതൽ ടാറ്റയ്ക്കും ഓട്ടങ്ങളൊക്കെ ഉണ്ട്. ഇതെന്താണ് ബസ് തിരിഞ്ഞു. അപ്പം സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. എയർഹോണും എല്ലാം കയറ്റി നമ്മൾ ഇവിടെ നടക്കാനാണ് പ്ലാൻ. എയർഹോണും എല്ലാം കയറിയുണ്ട്. ഇവിടെയൊക്കെ റെഡ് ബുള്ളിൻ്റെ സ്റ്റിക്കർ അടിച്ചിട്ടുണ്ട് ഈ ഭാഗത്തെല്ലാം. എനിക്ക് വിഷുവിന് ആരാണ്ട് റിലീസാക്കിയത്. ഞാൻ ഇപ്പോഴേ ഇതിനെക്കുറിച്ച് നമ്മുടെ അഷ്റഫ് ഗെയിമറാണ് പറഞ്ഞേക്കുന്നത്. ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം യൂട്യൂബിൽ ചുമ്മാ നോക്കിയപ്പോൾ അതിൻ്റെ ഇത് കിട്ടി. അപ്പോൾ നമുക്കെന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങിയേക്കാം. ഇടിക്കാതെ അങ്ങ് പോകണം. വണ്ടിയുടെ അകത്ത് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന ലൈറ്റാണ്. ഇവിടെ സീറ്റിലൊക്കെ ഉണ്ട്. അതൊന്ന് ഓഫ് ചെയ്തേക്കാം. ഭയങ്കരമായിട്ട് പേടിക്കുന്നു. സീറ്റും അഡ്ജസ്റ്റ് ചെയ്യണം എല്ലാം. ഇത് ആ വർക്ക്ഷോപ്പിലെ ആൾക്കാർക്ക് വേണ്ടി നമ്മൾ ആ സീറ്റ് അവർക്ക് ചേഞ്ച് ചെയ്യാനുള്ളതെല്ലാം ചെയ്ത് കൊടുത്തായിരുന്നു. അപ്പം അതാണ്. ഡാൻസൊക്കെ കളിപ്പിച്ചിട്ടുണ്ട്. വരുന്ന വഴിയൊക്കെ വെടിക്കും. ഞാൻ എന്തെങ്കിലും പറയും. അയ്യോ എൻ്റെ വണ്ടി കയറി. അയ്യോ ഒന്ന് വർക്ക്ഷോപ്പിലോട്ട് കയറാൻ പറ്റുമോ? ചെറിയ എന്തെങ്കിലും. അയ്യോ 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 ബ്രേക്ക് കിട്ടിയില്ല. അയ്യോ ചേട്ടാ സുഖമല്ലേ? അങ്ങോട്ട് വേറെ യഥേശത്തിന് കണ്ടുണ്ടായിരിക്കുന്നതല്ല. ഇതിന് എൻ്റെ ബസ്സിനും ഞാൻ പണി വയ്ക്കിയിട്ടുണ്ട്. എന്തായാലും അങ്ങ് പടിഞ്ഞോണ്ടങ്ങ് പോകുന്നതാണ് നല്ലത്. കാശ് കൊടുത്തിട്ടുണ്ട്. കാശ്
സ്റ്റിക്കറിങ് നമ്മൾ ലൈറ്റ് പിടിപ്പിച്ചിട്ടുണ്ട്. അയ്യോ പേരെന്താ വിളിച്ച് പൊട്ടപ്പെടുന്നു. കുറച്ചുകൂടെ ഒക്കെ ജഡാസ്റ്റാണ് വിളിച്ചത്. ഇവിടുന്ന് കൊടുക്കണം. ഇങ്ങനെ ഇടിച്ചു പോകും. ഡബിളിൽ നടിച്ചാൽ നന്നായി. നേരത്തെ പീക്കാച്ചു വരും. പീക്കാച്ചു നമ്മളിത് രണ്ടാമത്തെ സ്റ്റിക്കർ വർക്കാണ് ചെയ്ത്. അടുത്ത മാപ്പെത്തി ഇനി നമ്മൾ അവിടെ ചെന്നിട്ട് എടുക്കത്തുള്ളൂ വീഡിയോ ഗൈസ്. അപ്പോൾ നമ്മൾ റിസോർട്ടിലെത്തിയിരിക്കുന്നത്. അങ്ങനെ ഞാൻ എന്താ ബെൻസ് ഇപ്പോൾ വരും. ഞാൻ ഒരു പ്രത്യേകത കാണിച്ചത് നമ്മളെ ഈ റിസോർട്ടിനകത്ത് കയറ്റം കയറുന്നതുകൊണ്ട് ഇവിടെ ഒരു കയറ്റം ഇതുണ്ട്. കയറ്റം ഞാൻ ഇപ്പോൾ കാണിച്ചത് എന്തൊക്കെയാണ് അതുവഴി ഒന്ന് പറയാം. കണ്ടതിനൊക്കെ എടുക്കരുത്. ഒരു കാരണവശാലും എടുക്കരുത്. ഇവരുടെ വണ്ടി ഇടിച്ച് കഴിഞ്ഞു. വണ്ടിയുടെ ഇവരുടെ ബോഗി അതങ്ങ് അവർ തിരിയും. അപ്പോൾ ഈ ലോറിക്കാരുടെ വണ്ടിയെ തിരിയുമ്പോൾ നമ്മളെ എല്ലാവരും ബ്ലോക്കാവും. അതാണ് അവരുടെ പരിപാടി. അതാണ് ഞാൻ കാണിച്ചത്. ഉണ്ടോ പിള്ളേരൊക്കെ സ്കൂളിലെ പിള്ളേരൊക്കെ ഇത് കഴിഞ്ഞിട്ട് ഇതാണ്ടേ ഇത് കഴിഞ്ഞിട്ട് ഒരു പരിപാടി കൊണ്ട് ഉണ്ടോ ഈ റിസോർട്ട് എടുത്തതാണ്. ഇത് അടുത്ത റിസോർട്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ ചെല്ലുന്നതാണ്ട് റോഡിലോട്ട്. കണ്ടോ റോഡിലോട്ടാണ് നമ്മൾ ചെന്ന് കൊടുക്കും. നമുക്ക് എനിക്ക് ഇങ്ങോട്ട് ചെയ്യാൻ പറ്റും. അടിവശം തൊട്ട് ഇപ്പം നമ്മുടെ ആസ്റ്റക്കർ എന്ന് പറയുന്നൊരു കമ്പനിയായി ഇരിക്കുകയാണ്. ഇപ്പം എന്ന് വെച്ചാൽ ഇപ്പം ഈ
ജഡാസ്ട്രയെന്നാണ് എല്ലാം തുടങ്ങിയത്. സാധാരണ ഒരു BMR എടുത്തിട്ടാണ് ഇതെല്ലാം സാധാരണ Z1 നിന്നും Z2 എന്നൊക്കെയാണ് ആദ്യം വരേണ്ടത്. പക്ഷെ ഞാൻ ചെയ്തേക്കുന്ന ഏറ്റവും വലിയൊരു പൊട്ടപ്പരടി എന്ന് വെച്ചാൽ ഞാൻ ഇതൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ നമുക്കൊരു BMRഉം പിന്നെയും ഒരു Z1 എടുക്കണം, പിന്നെ Z2. പക്ഷെ അതൊക്കെ പോയോണ്ട് നമ്മൾ ഇത് പിടിക്കണം. Z1 വരെ നമ്മൾ പോകും. പിന്നെ ഒരു ഓജസ്. ഇപ്പം നമ്മുടെ ടാറ്റ ഒക്കെ ഉണ്ട്. ഈ ടാറ്റയുടെ എനിക്ക് ഓടിക്കാൻ കിട്ടില്ല, ഇവരെ ഓടിക്കാൻ പറ്റില്ല. ഒരു റിവേഴ്സ് ഗിയർ ഉണ്ടെങ്കിൽ അത് വരെ നശിച്ചിട്ട്. അപ്പോൾ ബസ് ഇവിടെ ഇടുവാണ്. നമ്മുടെ ബസ് ഇവിടെ ഇട്ടാണ് ഇടുന്നത്. ഇനിയും വേറെയും ഇതേപോലത്തെ വല്ലതും ബസ് വരുവാണെങ്കിൽ അവർക്കും അവിടെ ഇവിടെ വല്ലതും ഇടാം. അങ്ങനെയാണ് അവർക്ക് ഏറ്റവും ബാക്കിൽ കൂടെ പോയി തിരിച്ചുവിടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബസ് ഇച്ചിവിടെ ചേർത്തിടണം, അല്ലെങ്കിൽ ഇതാവും. നമ്മളവിടെ ഉള്ള കാര്യം ബാക്കി ബസ്സുകാർക്കൊന്നും അറിയത്തില്ല. എല്ലാവരും വരത്തേ ഉള്ളൂ. ഇതിൻ്റെ പാർട്ടിയാണ്. അപ്പോൾ ഗൈസ്, വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ. നമ്മൾ ഇനി ഒരു കാര്യം ഇടാന്ന് വെച്ചാൽ, ഇപ്പം ഈ ബസ്സിനൊക്കെ നാളെ ട്രിപ്പുണ്ട്. പിന്നെ നിങ്ങളെന്തായാലും ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തിയില്ലെങ്കിൽ എൻ്റെ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ല. അതൊക്കെ ചെയ്യണം കേട്ടോ. അപ്പം വേറൊരു വീഡിയോ വരുന്നിടം വരെ ഗുഡ് ബൈ.